300-ൽ പരം സിറ്റിംഗ് കപ്പാസിറ്റിയോടെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ആഘോഷങ്ങൾ ഉത്സവമാക്കാൻ വൈഗ ഹാൾ നിയർ ഏഴുപുന്ന കുമ്പളങ്ങി ബ്രിഡ്ജ്. കോൺടാക്ട് 9645600115 9961100115. കൊച്ചി തുറമുഖ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെയ് ദിനാഘോഷ പരിപാടി അജയ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി തുറമുഖ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് PS ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VH ഷിഹാബുദ്ദീൻ സ്വാഗതം പറഞ്ഞു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോക തൊഴിലാളി ദിനമായി 1889 പാരീസിൽ കൂടിയ അന്താരാഷ്ട്ര ട്രേഡ് യൂണിയന്റെ യോഗം തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടു. അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാര്യം, ഈ മെയ് 1 നമ്മൾ എടുക്കേണ്ടത് ആയിട്ടല്ല. മാനേജ്മെന്റുകൾക്കെതിരെയുള്ള, മുതലാളിത്തത്തിനെതിരെയുള്ള തൊഴിലാളികളുടെ സംഘടിത ശക്തിയുടെ ആ ശക്തി ക്ഷയിക്കാതെ ഞങ്ങൾ നോക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു കർത്തവ്യമായിട്ടാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. 18ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് മുതലാളിത്തം തൊഴിലാളികളെ അടിമകളെ പോലെ വളർത്തിയ കാലഘട്ടമാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി 20ാം നൂറ്റാണ്ടിലെ വന്ന കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് മോചനത്തിന്റെ കാലഘട്ടമായിരുന്നു. ചൈന വിപ്ലവവും, ഫ്രഞ്ച് വിപ്ലവവും, ചൈനീസ് വിപ്ലവവും, റഷ്യൻ വിപ്ലവത്തിനൊക്കെ ശേഷം ഉണ്ടായ ഒരു രാഷ്ട്രീയ ശൈലി. അബ്ദുൽ ഖാദർ ജബ്ബാർ, മുജീബ് റഹ്മാൻ, K ഉബൈദ്, ഷമീർ വളവത്ത്, സമദ്, തൽഹത്ത്, P അഷ്കർ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ എല്ലാവരുടെയും തൊഴിലിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം പ്രതിനിധിക്കും. ഇത് തരണം ചെയ്യാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി തുറമുഖ തൊഴിലാളി യൂണിയൻ കഴിഞ്ഞ 75 വർഷമായി 75 വർഷം എന്ന് പറയുമ്പോൾ വലിയ ചരിത്രമായി 75 വർഷങ്ങൾക്ക് 8 മണിക്കൂർ ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് 16 മണിക്കൂർ ജോലി നടന്നിരുന്ന അമേരിക്കയിലെ ആ സാഹചര്യത്തിൽ 8 മണിക്കൂർ ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഒരു സമര പോരാട്ടത്തിൽ, ഒരു പ്രകടനത്തിൽ, ഒരു പ്രതിഷേധ പ്രകടനത്തിലുണ്ടായ മുതലാളിമാരുടെയും പോലീസിന്റെയും ഒരു ഗൂഢനീക്കത്തിലാണ് നിരവധി തൊഴിലാളികൾ മരിക്കുകയും അനവധി തൊഴിലാളികൾക്ക് പരിക്കുപറ്റുകയും ചെയ്തിട്ടുള്ള സംഭവം. നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.